കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ വീണ്ടും ഒരു പ്രഭാതത്തിൽ കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. ചിലർ വളരെ ഒഴുക്കോടെ അന്യഭാഷ പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ചില മിനിറ്റുകൾ കൂടെ മുഖവരകൾ തിരുവചനം പറയാനായിട്ട് ലേറ്റായത്. അങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ മറക്കുന്ന തലത്തിൽ ആത്മാ ഒഴുക്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ റിലങ്ങൾ ദൈവാത്മാവ് ചേഞ്ച് ആക്കും. നിങ്ങളുടെ തലങ്ങൾ, നിങ്ങളുടെ സ്റ്റേജുകൾ ദൈവാത്മാവ് ചേഞ്ച് ചെയ്യും. ചിലർക്ക് അങ്ങനെ പറ്റാത്തതിനാൽ ദൈവദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാകുകയും അവരുടെയും അകത്ത് അത് അടുത്ത തലത്തിലേക്ക് മാറുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ മാറാതെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം 25 മിനിറ്റോളം അന്യഭാഷ പ്രാർത്ഥിക്കുകയായിരുന്നു. വളരെ വ്യക്തമായിട്ട് ചിലരുടെ തലങ്ങൾ ചേഞ്ച് ആകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും ആത്മാവിൽ അത് ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നിങ്ങളുടെ തലങ്ങൾക്ക് ദൈവാത്മ മാറ്റം വരുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുന്നു നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്നു. ബുദ്ധി അഫലമാകുമ്പോൾ നിങ്ങൾ മർമ്മങ്ങൾ പറയാൻ തുടങ്ങുന്നു. സ്പിരിച്വൽ മിസ്റ്ററീസ് പറയാൻ തുടങ്ങുന്നു. സ്പിരിച്വൽ മിസ്റ്ററീസ് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. മനുഷ്യനുള്ളത് മനുഷ്യാത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല. നിങ്ങൾക്കോ ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ ആഴങ്ങൾ ആരായുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. ഞാൻ കുരുതിലേഖനത്തിൻ്റെ ഒരു വാക്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങളുടെ എല്ലാ വീടുകളിലും എല്ലാവരും എല്ലാം സുഖമായിട്ടല്ല ജീവിക്കുന്നത്. കണ്ടമാനം ആവശ്യങ്ങളും അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ചുറ്റുമുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥകളുടെ മടിയിൽ വഴികൾ തുറക്കാനായിട്ട്, തലമുറകളുടെ കാര്യത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്. ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പല നിലകളിലുള്ള സാഹചര്യത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളല്ല, എല്ലാവരും. അപ്പം ഇതിൻ്റെ നടുവിൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പം ബുദ്ധി അഫലമാകുന്നു. എന്താ ഈ ബുദ്ധി അഫലമാകുന്നത്? കണ്ടമാനം ചോദ്യങ്ങൾ. ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് കുറച്ചധികം പേര് എന്നോട് പല സംശയങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രകൃതിയിൽ ഞാൻ ആരെയും അവഗണിക്കില്ല. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരാൾ ഒരു ഉപദേശപരമായ കാര്യം ചോദിച്ചിട്ട് പോലും 3-4 ദിവസമായിട്ട് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും വന്ന ഒരു ക്ലിപ്പിന് ഞാൻ കൃത്യമായ മറുപടി സമയമെടുത്ത് പറഞ്ഞിട്ടില്ല. 1-2 മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴല്ലാതെ മറ്റ് സമയങ്ങളിൽ ഞാൻ ഇന്നലെയൊക്കെ കുഴഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. ഇന്നലെ ഫുൾ ടൈം ഒട്ടും റെസ്റ്റ് ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ചർച്ചിലെ മെസ്സേജ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇടയിൽ പോയി കിടക്കുന്ന ഒരു അവസ്ഥ പോലും എനിക്ക് ഇന്നലെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ചിന്തിക്കരുത്, പാസ്റ്റർ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, ഒരു ഭാഗത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് വിശദമായിട്ട് മറുപടികൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബുദ്ധി അഫലമാകുന്ന തലത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, എഫേസ്യ ലേഖനത്തിൽ വാക്യം എപ്പോഴും പറയുന്ന വാക്യമാണത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2 ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു വാക്യമാണ്. ഞാൻ ഈ വാക്യമൊക്കെ കാണിക്കുന്നുണ്ട്, സമയലാഭത്തിന് വേണ്ടിയാണ് ഞാൻ തന്നെ വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിശ്വാസ പ്രാപിപ്പ തന്നെ. അപ്പോൾ ഈ 2 വാക്യങ്ങളിലും പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുന്ന, 1 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്, 2 അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. ഈ 2 അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ട്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ വെച്ചുകൊണ്ട് നമുക്കിത് നമ്മുടെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരോ നമ്മുടെ ബന്ധുമിത്രാദികളോ ചർച്ചക്കാരോ കൂടെ പഠിച്ചവരൊക്കെ നമ്മളെക്കാൾ ഉയർന്ന തലത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് അവരുടെ അത്രയും അനുഗ്രഹം നമ്മുടെ മേലില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഏതാണെങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങൾ ഒരു ശതമാനം പോലും നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ അനുഗ്രഹമല്ല എന്ന നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് വരരുത്.
അപ്പം നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? എന്തിനേയും നമ്മൾ മുറുകെ ഈ ട്രൂത്തിനെ വേണം നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ധ്യാനിക്കാൻ. നിങ്ങൾ ക്രിസ്തു അബ്രഹാമിനാൽ, നിങ്ങൾ അബ്രഹാമിൻ്റെ അനുഗ്രഹമുള്ളവരാണ്. നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹമുള്ളവരാണ്. നിങ്ങളിപ്പോൾ കൃപാസനത്തിൽ സ്വർഗത്തിലെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇരുത്തപ്പെട്ടവരാണ്. അപ്പോൾ ഡിവൈൻ ട്രൂത്തുകൾ നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആത്മതലം നിങ്ങളുടെ മേൽ തുറന്നു വരാൻ തുടങ്ങും. അപ്പം എപ്പോഴും ഡിവൈൻ ട്രൂത്തുകൾ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന സാരാംശം, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഭാഗം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് വെളിപ്പാടിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? കണ്ടമാന സാഹചര്യങ്ങൾ നിങ്ങൾ ചുറ്റുമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ഞാൻ ദൈവത്താൽ അനുഗ്രഹമാണ് എന്ന വെളിപ്പാട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഞാൻ ദൈവത്താൽ അനുഗ്രഹമാണ്. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇലാഗിയോ എന്ന വാക്കാണ് ദൈവാത്മാവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇലാഗിയോ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഇലാഗിയോ, ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി ഈ വാക്ക് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടും. അപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് ഈ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം എൻ്റെ മേൽ തുറക്കുകയാണ്. അതെന്നിൽ വെളിപ്പെട്ടേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹമാണ് എന്ന വെളിപ്പാട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ നേരത്തെ ഇട്ടതാണ്. ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചു കേട്ട സമയം ഓടുന്നു. ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച്. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. യാബോക്ക് കടവിൻ്റെ തീരത്ത് യാക്കോബ് തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന ദൂതനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. ദൂതനോട് യാക്കോബ് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇപ്പോൾ യാക്കോബിന് അത്ര വലിയ പ്രശ്നമുണ്ടോ? യാക്കോബിന് ആകെ കൂടെ ഏശാവിൻ്റെ വിഷയം ഡീൽ ചെയ്യുക എന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. ലാബാൻ്റെ പ്രശ്നം ഒതുങ്ങി, ലാബാൻ്റെ സമ്പത്ത് മൊത്തം തൻ്റെയായി മാറി, തനിക്ക് ഭാര്യമാരായി, മക്കളായി, വിഭവസമൃദ്ധമായ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായ സ്വത്ത് തനിക്കുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും യാക്കോബ് പറയാം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെ ആരോടാണ് എന്നത് പറയുന്നത്? ഇപ്പോൾ യാക്കോബിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാരാണ്? യാക്കോബ് ഇത് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതനോടാണ് യാക്കോബ് ഇത് പറയുന്നത്. അപ്പം ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ യാക്കോബിനിത് ദൈവം വാക്തത്വമായി പറഞ്ഞതാണ്. നിങ്ങളുടെ ജന്മാവകാശമാണ് ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ബ്ലെസ്സിങ്സും അബ്രഹാമിൻ്റെ അനുഗ്രഹവും ന്യായപ്രമാണം അനുസരിക്കുന്നവർക്കുള്ള ദൈവിക അനുഗ്രഹങ്ങളും ക്രിസ്തുവിൻ്റെ മരണപത്രത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബ സ്വത്താണ്, ജന്മാവകാശമാണ്. അപ്പം ഇത് നമ്മിൽ തുറക്കുന്ന എപ്പോഴാണ്? നിങ്ങൾ അങ്ങനെ ആത്മാവിൽ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇത് നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ തുടങ്ങും. ഇപ്പം ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. പിശാചിൻ്റെ ചതുർവിധത്തിലുള്ള പൈശാചിക തലങ്ങളുണ്ട്. മറുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഡിവൈൻ ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾ എൻ്റർ ആകേണ്ടതിന് ഇവിടെ യാക്കോബിന് മുമ്പുള്ള തടസ്സം പിശാചല്ല, ആ ഡിവൈൻ ഡോറുകളാണ്, ഡിവൈൻ ആക്സസ് ആണ്, ആ സ്പിരിച്വൽ റിലമാണ്. അപ്പം ഈ സ്പിരിച്വൽ റിലത്തിൽ ഇവിടെ തുറക്കുന്നത് അനുഗ്രഹമാണ്. ഇവൻ പറയുന്നത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയല്ല. അവൻ ചോദിച്ചു, നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. യാക്കോബ് എന്നാന്ന് പറഞ്ഞു. അപ്പം ദൂതൻ അവൻ്റെ പേര് മാറ്റിയിട്ട് നിൻ്റെ പേരിന് മുതൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ യാക്കോബിൻ്റെ തലങ്ങൾ മൊത്തം മാറുകയാണ്. സ്വന്തം ഭവനത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ, അനുഗ്രഹമായി ജീവിച്ചിരുന്ന മനുഷ്യൻ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് വാക്യം വായിക്കണേ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. 47-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ച് ഈ വാക്യം വായിച്ച്. യോസഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് കൊണ്ടുചെന്നു അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. അടുത്ത വാക്യം. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മഹിമ മനസ്സിലാകുന്നുണ്ടോ?
സ്വന്തം ഭവനത്തിൽ നിന്ന് സ്വഭവനത്തിൽ ചേട്ടനാൽ വധിക്കപ്പെടുമെന്ന ഭീഷണിയിൽ, ചിന്താഗതിയിൽ ചേട്ടനെ പറ്റിച്ചും അപ്പനെ പറ്റിച്ചും സ്വന്തം വീട് വിട്ട് ഒറ്റയ്ക്ക് നിരാശനായി ലൂസിൽ പോയി കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഒരു സ്വപ്നത്തിൽ കൂടെ ദൈവം സ്വർഗം തുറക്കുന്ന വാതിൽ കാണിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത മനുഷ്യൻ, ഇത് സ്വർഗത്തിന്റെ വാതിൽ, ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞ മനുഷ്യൻ, ഹെവനുമായിട്ട് എൻകൗണ്ടർ ഒരു സ്വപ്നത്തിലൂടെ ഉണ്ടായ മനുഷ്യൻ, ആ മനുഷ്യന് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഇസ്രായേൽ സാമ്രാജ്യമാണ്. ഇന്നത്തെ അമേരിക്ക പോലും അന്നത്തെ ഇസ്രായേലിന്റെ പകിട്ടില്ല കേട്ടോ. അന്ന് ചോദ്യം ചെയ്യാൻ മറ്റു സാമ്രാജ്യം ഇല്ല. ഇന്ന് അമേരിക്കനെ ചൈനയും ഇറാനും പിന്നെ ആരാ സിറിയയും എല്ലാം കൂടിയിട്ട് വട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് റഷ്യ, ഇവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറവാനൊരു ട്രംപ് ഒരു വാക്ക് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവരെല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാലഘട്ടമല്ല. പക്ഷെ അന്നത്തെ ഫറവോൻ എന്തു പറഞ്ഞാൽ ആരാ? ആ കാലഘട്ടത്തിലെ സാമ്രാജ്യമായ മിസ്രൈമിന്റെ തലവനാണ്. ആ തലവന്റെ വീട്ടിലെത്തി അവനെ അനുഗ്രഹിക്കത്തക്ക നിലവാരത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോയൊരു കൊച്ചൻ ഇത്ര വളരുമോ? നിങ്ങൾക്കിത് രാവിലെ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മേൽ ദൈവത്തിൽ നിന്നുള്ളൊരു അനുഗ്രഹം തുറന്നാൽ ദൈവാത്മാവിനാലുള്ള ഇങ്ങനെയുള്ള മഹിമകൾ നിങ്ങളുടെ മേൽ തുറക്കുമോ? അത് മാത്രമല്ല, യാക്കോബ് മിസ്രൈം ദേശത്ത് 17 വർഷം അവൻ ജീവിച്ചു. 17 വർഷം അവൻ ജീവിച്ചു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ദുഃഖം വന്ന് സ്വന്തം മകന്റെ വേർപാടിന്റെ ദുഃഖത്താൽ ഇങ്ങനെ വേദനിച്ച് ദുഃഖിച്ച് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനാണോ ഇവിടെ നിൽക്കുന്നേ? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ വേദനകൾ, കഠിനമായ സാഹചര്യങ്ങൾ, കഠിനമായ അവസ്ഥകൾ, ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ, തകർക്കപ്പെട്ടതുപോലെ, ഒന്നുമില്ലാത്തതുപോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ തളരരുത് എന്ന് ഒരു വാക്ക് ഞാൻ ആരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ദൈവം ഒരു മഹത്വകരമായ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത തലങ്ങൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കും. ഇന്ന് രാവിലെ എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ ആഴമായിട്ട് നിങ്ങളുടെ മേൽ ദൈവാത്മാവ് അങ്ങനെ ഒരു ദൈവിക ബ്ലെസ്സിങ് തുറക്കാൻ പോകുന്നെന്നും, ഞാനിത് യാക്കോബിന്റെ കഥ പറയാനല്ല ഞാനിത് പറഞ്ഞത്. ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ച കാര്യം, അതേ കാര്യം പരിശുദ്ധാത്മാവ് ഇന്നലെ വന്ന ദൈവദാസനിലൂടെ പറയുന്നത് നിങ്ങൾ കേട്ടോ? എനിക്കറിയില്ല നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. ഡിവൈൻ കണക്ഷനിൽ കൂടെ തുറക്കുന്ന വചനത്തിന്റെ സാമ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണോ ഇന്നലെ രാവിലെ നമ്മൾ 5:30 മണിയുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത് അത് തന്നെയല്ലേ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇന്നലെ പകൽ അവിടെ വെച്ച് തുറന്നത്? യോസഫിന്റെ ചരിത്രം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുന്നു. ഒറ്റയ്ക്ക് അലഞ്ഞ് പേടിച്ച് ഭയപ്പെട്ട് കിടന്ന യാക്കോബ് ദൈവത്താൽ സ്വപ്നങ്ങളിലൂടെ അനുഗ്രഹമായി മാറുന്നു. പിന്നത്തേതിൽ സ്വപ്നത്തിലൂടെ ദൈവം അനുഗ്രഹിച്ചവൻ യാബോക്ക് കടവിന്റെ തീരത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ചിത്രം അറിയാമോ? ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് സ്വന്തം മകനെ പോലും കാണാതെ പാതാളത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞവൻ 48-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ അവൻ്റെ മകന്റെ മകനെയും കണ്ടിട്ടാണ് അവൻ മരിക്കുന്നത്. നിന്റെ സന്തതിയെയും ഞാൻ നിന്റെ മുഖം കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷെ ഇപ്പൊ നിന്നെയും നിന്റെ സന്തതിയെയും കണ്ടുകൊണ്ട് മരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. കണ്ടോ, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ ചിന്തിക്കാത്ത മഹത്വകരമറി അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കൂ, യാക്കോബിന്റെ മരണം നിങ്ങൾ ശ്രദ്ധിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരെ മുഴുവൻ അടുക്കൽ വിളിച്ച് പ്രവചിച്ച ശേഷം അവൻ കാൽ കട്ടിൽമേലെടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് സ്വന്തം ജനത്തോട് ചേർന്നു. എത്ര വലിയ അവസാനം, എത്ര വലിയ ശ്രേഷ്ഠകരമായ സമാപനമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കൂ മക്കളെ, ഒറ്റയ്ക്കാക്കപ്പെട്ടു, തിരസ്കരണങ്ങൾ, വേദനകളൊക്കെ അനുഭവിച്ചെങ്കിലും അതിൻ്റെ മടുവിൽ മഹത്വകരമായി ദൈവത്തോട് ചേർന്ന മനുഷ്യൻ, ഒരു രാജ്യം, ഒരു സാമ്രാജ്യം മുഴുവൻ, ഞാൻ ഈ വാക്യങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ, പറയുന്ന വാക്യങ്ങൾ, ഒരു സാമ്രാജ്യം മുഴുവൻ അവന്റെ മരണത്തെ ചൊല്ലി 70 ദിവസം വിലപിച്ചത്രേ. 70 ദിവസം ഒരു സാമ്രാജ്യം മുഴുവൻ
അവനെ ചൊല്ലി വിലപിച്ചു. ഒരു രാജ്യം മുഴുവൻ അവന്റെ മരണത്തിൽ ദുഃഖാർത്തരായി മാറി. രാജ്യത്തിലെ ഭരണാധികാരികളും കോവിലാധികാരികളും എല്ലാം ആ ദുഃഖത്തിൽ അവന്റെ കൂടെ പങ്കെടുത്തു. ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ചലിപ്പിച്ച ഒരു മരണം. എത്ര മഹത്വകരമായ തലത്തിലേക്കാണ് യാക്കോബ് വളർന്നത്. യാബോക്ക് കടവിന്റെ തീരത്തുള്ള അവന്റെ പ്രാർത്ഥനയുടെ മഹിമ നിങ്ങൾ മനസ്സിലാക്കിയോ? നമ്മൾ ഇന്ന് ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. പക്ഷേ നിങ്ങൾ എബ്രായ ലേഖനത്തിലേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയേ, അവൻ ആരാധിച്ചുകൊണ്ട്, അവന്റെ മരണം പോലും ഒരു ആരാധന എന്നാ വായിക്കുന്നത് ഇവിടെ. ഇതും കൂടെ വായിച്ചു നോക്കി പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ചു നോക്കി വാക്യം. വിശ്വാസപ്പൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഇവന്റെ മരണത്തെ പോലും ആരാധനയായിട്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ മഹിമ മനസ്സിലായോ? വെറും ഒരു ചെറുക്കൻ, പ്രാർത്ഥിക്കാനിരുന്നൊരു മനുഷ്യൻ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഇത് ഉറപ്പോടെ പറയുന്നു, ഒരു 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 ഡിവൈൻ ദൂതായി, ഒരു ദൈവിക ദൂതായിട്ട് ഇന്ന് രാവിലെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് ശക്തമായി പതിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും, ആർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും, ഒരു ഭീഷണിയുടെ മുമ്പിലാണ്, ജോലിപരമായിട്ട്, പഠനപരമായിട്ട്, ഭാവിപരമായിട്ട്, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളൊരു വേദനയെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഹെവൻ നിങ്ങളുടെ മേൽ ബ്ലെസ്സിങ്ങിൻ്റെ ഡോർ തുറക്കും. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് അവിടെ ആ യാബോക്ക് കടവിൻ്റെ തീരത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും വലിയ മഹിമയാണ് ദൈവം തുറക്കാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ യാക്കോബ് ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഇന്ന് രാവിലെ ഈ സൂം മീറ്റിങ്ങിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു ചെറിയ വിടുതലിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് എൻ്റെ അകത്ത് ഉറപ്പോടെ പറയുന്ന ദൂത് ഞാൻ നിങ്ങളോട് പറയുന്നു. രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ, ഹലോ, രാജ്യങ്ങൾ ഭരിക്കുന്ന വിഭിന്ന മതങ്ങളിലുള്ള വ്യത്യസ്ത, നീ വിശ്വസിക്കാത്ത വിശ്വാസം, നീ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം വിശ്വസിക്കാത്ത രാജകീയ മതങ്ങളിലുള്ള രാജാക്കന്മാരോട് പോലും ഇടപെടുവാനുള്ള ദൈവിക ബ്ലെസ്സിങ്ങിന്റെ ഡോറുകൾ ദൈവാത്മാവ് ഇന്ന് രാവിലെ ഇതിനകത്തുള്ളവരെ മേൽ തുറക്കാൻ പോവുകയാണ്. ഇതിനകത്തുള്ളവരെ മേൽ യാക്കോബിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല സാമ്രാജ്യ തലവനായ ഫറവോനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? യാക്കോബിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ അവന്റെ ആവശ്യം എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുക, അപ്പന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ്. മോനെ, നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ഷാബാനാഥന, നിനക്ക് വേണ്ടത് യേശാവിന്റെ മുമ്പിലുള്ളൊരു ജയമാണെങ്കിൽ, നിനക്ക് വേണ്ടത് യേശാവിൽ നിന്നുള്ളൊരു ശാന്തതയാണെങ്കിൽ, എനിക്ക് വേണ്ടത് രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്ന, രാജാക്കന്മാരെ അനുഗ്രഹിക്കുന്ന, ഡിവൈൻ മഹിമയുടെ ഉയർന്ന ബലത്തിൽ നിൽക്കുന്ന യാക്കോബിനെയാണ്. നിങ്ങളുടെ ഡെസ്റ്റിനി അത്ര ഉയർന്നതാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കിത്? ഹലോ, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ദൈവാത്മാവിനാൽ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന ഒരു വാക്ക് ദൈവം ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരെ ദൈവത്തിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പുതുതായി വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഹൈക്കോർട്ടിലെ വക്കീല് സിസ്റ്റർ, ഞാൻ അങ്ങനെ പറയുന്നത് ഈ വെറുമൊരു വ്യക്തി പറഞ്ഞ കാര്യമാണ്. ഈ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നവർ പെട്ടെന്ന് ആളാകാൻ വേണ്ടി ഒന്നും പറയില്ല. ആളാകാൻ വേണ്ടി പറയുന്നവർ നമ്മുടെ ഇടകളിൽ ഇല്ലാതില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്തീയ കോളത്തിൽ. അപ്പം എല്ലാവരും കാര്യമല്ല കേട്ടോ, നിങ്ങൾ അതൊന്നും കൊണ്ട് മനസ്സ് മുറിയരുത്. ഞാൻ പൊതുവൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ആ സിസ്റ്റർ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് പാസ്റ്റർ സംസാരിക്കുന്നു. പാസ്റ്റർ അടുത്ത് ഉപദേശത്തിനായിട്ട് വരുന്നു. ഞാൻ എൻ്റെ കാര്യമായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം, നാം വസിക്കുന്ന സംസ്ഥാനത്തിൽ, നാം ജീവിക്കുന്ന രാജ്യത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന രാജ്യം ഏതാ? ആ രാജ്യത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ, ഭരണതന്ത്രജ്ഞന്മാരെ അനുഗ്രഹിക്കുന്ന തലത്തിലേക്ക് സഭ വളരുമോ? ഇതൊക്കെ നിങ്ങളുടെ അകത്ത് കയറുന്നുണ്ടോ? അത്ര ആഴമാണ് നാം ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി കേട്ടോ. യാക്കോബ് ഇതൊന്നുമല്ല അറിഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാലോ? നമ്മളിപ്പോൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ മേൽ ദൈവാത്മാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് വെച്ചിരിക്കുന്ന ആ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വെളിപ്പെടാവേ. കർത്താപിതാവേ, ഞങ്ങൾ നിന്നെ വിടുകയില്ല, ഞങ്ങൾ അനുഗ്രഹമാണ്. യാക്കോബ് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ നമ്മുടെ മെച്ചം എന്താ? നമ്മുടെ മെച്ചം നമ്മൾ അനുഗ്രഹമാണ്, നമ്മുടെ അപ്പൻ്റെ വിൽപത്രമാണ് ഞാൻ അനുഗ്രഹമാണെന്നത്. അതുകൊണ്ട് ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് എല്ലാ അധരങ്ങളും തുറന്ന് എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത്, കർത്താവ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ, ഇതെൻ്റെ ഭവനത്തിൽ തുറമല്ലാതെ, ഇതെൻ്റെ ഭവനത്തിൽ തുറമല്ലാതെ. ഇപ്പൊ നമ്മൾ കേട്ടത് വെച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം. പക്ഷെ അങ്ങോട്ട് പോകണ്ട. ഇതെന്ന് പറഞ്ഞ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. എന്നെ കുറിച്ചുള്ള ഡിവൈൻ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കാൻ ഞാൻ പിന്നെ വിടുകയില്ല. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ശുശ്രൂഷയും എല്ലാം ആരാധനയാണ്, ആരാധനയായി മാറട്ടെ. മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് അധരങ്ങളെല്ലാം തുറന്ന് അടുത്ത ചില മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു. ആ നേരത്തെ പ്രാർത്ഥിച്ചു അതേ ഒഴുക്കിൽ പ്രാർത്ഥിച്ച് ലാബാരാബ. ചിലർ അവന്റെ ആഴത്തിലായിരുന്നു, ചിലർ അവന്റെ ആഴത്തിലായിരുന്നു. ഷാബാരാബന വിടരുവ്. ഇന്ന് രാവിലെ അത് വിടരുവ് പ്രാർത്ഥിച്ചു. ഷാബാരാബന ഹത്തുരാബനാരഘടകവനം ഷാബാരാധനാധന. ആർക്കും വേണ്ടാത്ത ഷാബൽ ഘടകവനം വൈശ്യപ്രൗഢവന ഘടകവനം. ആർക്കും വേണ്ടെന്ന് നീ ചിന്തിക്കുന്ന, ആർക്കും വേണ്ടെന്ന് നീ കരുതുന്ന നിന്റെ ജീവിതം രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകും. നിന്റെ ജീവിതം രാജാക്കന്മാർക്ക് അനുഗ്രഹമാകും. നിന്റെ ജീവിതം പ്രധാനമന്ത്രിമാർക്ക്, പ്രസിഡന്റുമാർക്ക്, മന്ത്രിസഭയ്ക്ക്, നിന്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, നിന്റെ ചുറ്റുമുള്ള സമൂഹത്തിന്, നിന്റെ സഭയ്ക്ക് നിന്റെ ജീവിതം അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ അതിന് വിരോധമായത് മുഴുവൻ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഡിവൈൻ എൻകൗണ്ടറുകൾ സംഭവിക്കട്ടെ. ഒരു ഭയങ്കര ഉറപ്പിപ്പ് ഇവരകത്ത് സംഭവിക്കട്ടെ. ഇവർ നിൽക്കുന്നവ സ്വർഗസ്ഥലങ്ങളിലാണെന്നുള്ള ഉറപ്പ് ഇവരകത്ത് വ്യാപരിക്കട്ടെ. ഷാബാരാബാന ഹങ്കൽ ഘടകധന വൈശ്യപ്രൗഢവന ഘടകധന. ഇവരിപ്പോൾ നിൽക്കുന്നവ സ്വർഗസ്ഥലങ്ങളിലാണ്. ഇവരിപ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിന്റെ ഉടമസ്ഥരാണ്. വെളിപ്പാടുകൾ ഇവരകത്ത് തുറക്കട്ടെ, വെളിപ്പാടുകൾ ഇവരകത്ത് തുറക്കട്ടെ. ഓ, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ പ്രാർത്ഥനക്കാരി, ഒരു ചെറിയ പ്രാർത്ഥന മനുഷ്യൻ. ഓ ഷബാര അതര മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങള് എങ്ങനെ ജയിക്കണമെന്ന് അറിയാതെ തളരുന്ന തളർച്ചയിൽ നിൽക്കുന്ന ഈ വ്യക്തി, ഓ റബാന ഉറക്കട്ടെ, 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 ഉറക്കട്ടെ. റോബാബാ ശബൽ പ്രൗഢമന തുറക്കട്ടെ, തുറക്കട്ടെ. ഇവരെ തലമുറകൾ അനുഗ്രഹമാകട്ടെ, ഇവരെ കുടുംബം അനുഗ്രഹമാകട്ടെ. ഷാബിന പ്രൗഢമന ഇവരെ ഭാവി അനുഗ്രഹമാകട്ടെ. നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല പിതാവേ. പിതാവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല. ഈ ജീവിതം മുഴുവൻ അനുഗ്രഹമാകട്ടെ, ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ. യോ റഭാല ഭക്ഷ പ്രൗഢമൻ ഇവർ ജീവിക്കുന്ന രാജ്യത്തിന്, ഇവർ ജീവിക്കുന്ന സംസ്ഥാനത്തിന്, ഇവർ ജീവിക്കുന്ന ജില്ലകൾക്ക് ഇവർ അനുഗ്രഹമാകട്ടെ, ഇവർ അനുഗ്രഹമാകട്ടെ, ഇവർ അനുഗ്രഹമാകട്ടെ. ഇവരുടെ ജീവിതം ഓ റഭാ ബബാ റബക്ഷേ രബി പ്രൗഷമന അന്തൽ പ്രൗഷമന ഹതുരമന ഘടകവന. ആ ഡിവൈൻ റിലങ്ങൾ ഇവരെ മേൽ തുറക്കട്ടെ, ആ ഡിവൈൻ റിലങ്ങൾ ഇവരെ മേൽ തുറക്കട്ടെ. ഇവരിന്ന് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ഭവനത്തിന്റെ ഒരു ചെറിയ വിഷയത്തിന് വേണ്ടിയാണ്. ഇവരെന്ന് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ തലമുറകൾക്ക് വേണ്ടിയാണ്. ഇവരെന്ന് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഇവരുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് വേണ്ടിയാണ്. മുമ്പിൽ തുറക്കേണ്ട വഴികൾക്ക് വേണ്ടിയാണ്. ഷാബ റഗക്ഷസ്കന. ഞങ്ങളെ വേദനിപ്പിക്കുന്ന ചില വേദനകളുണ്ട്, ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ചില വിഷമങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ അതിനപ്പുറം തുറക്കുന്നവന്റെ കരം തുറന്നു വരുവാൻ
ആ റിലങ്ങൾ തുറക്കട്ടെ, ആ റിലങ്ങൾ തുറക്കട്ടെ. ഇവരകത്ത ഭയങ്കര ധൈര്യം ഇന്ന് രാവിലെ കയറട്ടെ. ഇവരകത്ത ഭയങ്കര ധൈര്യം ഇന്ന് രാവിലെ കയറട്ടെ. ഇവരകത്ത ഭയങ്കര ഉറപ്പിന്ന് രാവിലെ കയറട്ടെ. ഇവരകത്ത ഭയങ്കര ഫെയ്ത്ത് ഇന്ന് രാവിലെ കയറട്ടെ. ഫെയ്ത്ത് റില തുറക്കട്ടെ, ഫെയ്ത്ത് റില തുറക്കട്ടെ. ഇവരെ മനസ്സിനകത്ത വലിയ വെളിപ്പാടിന്ന് രാവിലെ പകരട്ടെ. ഷബൽ പ്രൗഢബല ജപംബ വാരികി പ്രൗഷബന അന്തൽ ഘടകജന വേദ പ്രൗഷബന ഹണ്ടസ് കനാദിരാധന വേദ പ്രൗഢബന ഘടകജന ഹദന ഘടകജന. രാജ്യങ്ങളുടെ ഭരണാധികാരികളെ പോലും തിരിക്കുന്ന, രാജ്യത്തിന്റെ തന്ത്രജ്ഞന്മാരെ തിരിക്കുന്ന അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുമോ? അസാധാരണമായ വീര്യപ്രവൃത്തികൾ തുറക്കുന്ന, ആത്മതലം തുറക്കുന്ന, അസാധാരണ അത്ഭുതങ്ങൾ തുറക്കുന്ന ദൈവ മനുഷ്യന്മാരായി ഹൃദയങ്ങൾ തുറന്നു വരട്ടെ അപ്പ, ഹൃദയങ്ങൾ തുറന്നു വരട്ടെ അപ്പ. ശാലമാരി ബഹാരഗതുരാധനാരഗശസ് തുറക്കട്ടെ, തുറക്കട്ടെ. ഭവനങ്ങളുടെ അകത്തത് തുറക്കട്ടെ, ഭവനങ്ങളുടെ അകത്തത് തുറക്കട്ടെ. ലൂസിനകത്ത് സ്വർഗം തുറന്നെങ്കിൽ ലൂസിനകത്ത് ലൂസ് ബദലാക്കത്തക്ക നിലവാരത്തിൽ വേദനയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, ആരുമില്ലാത്തതിന്റെ നടുവിൽ ഏബൻ എന്ന കല്ലെടുത്ത് തലണിയായി വെച്ച് കിടന്നുറങ്ങിയ യാക്കോബിന്റെ മുമ്പിൽ ഡിവൈൻ എൻകൗണ്ടറിനായിട്ടുള്ള ആ സ്വർഗീയ ഗോവേണി ദൈവാത്മ തുറന്നെങ്കിൽ ഇന്ന് രാത്രി, ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇവരുടെ സ്പിരിറ്റിലേക്ക് ആ ഡിവൈൻ ഗ്ലോറിയുടെ റിലം ഓപ്പൺ ആകട്ടെ. ഡിവൈൻ ഡോറുകൾ ഓപ്പൺ ആകട്ടെ, ഡിവൈൻ പോർട്ടുകൾ ഓപ്പൺ ആകട്ടെ. സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ. സ്പിരിറ്റ് റിലത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. സ്പിരിറ്റ് റിലത്തിനകത്ത് ഹെവൻ ഡോറുകൾ തുറക്കട്ടെ. ഷാബൽ ഘടകവൻ ഹെവൻ ഡോറുകൾ. യാക്കോബ് ഇങ്ങോട്ട്, യാക്കോബ് ഗോവേണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതാണ് കണ്ടതെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ദൂതന്മാരല്ല, ഞങ്ങൾ കയറുന്നവർ, ഞങ്ങൾ ഹെവനിലേക്ക് കയറുന്നവർ, ഞങ്ങൾ സ്വർഗസ്ഥലങ്ങളിലേക്ക് കയറുന്നവർ, ഞങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ. ഡിവൈൻ ഡോറുകൾ തുറക്കട്ടെ, ഡിവൈൻ ഡോറുകൾ തുറക്കട്ടെ, ഡിവൈൻ ഡോറുകൾ തുറക്കട്ടെ, ഡിവൈൻ ഡോറുകൾ തുറക്കട്ടെ, ഡിവൈൻ ഡോറുകൾ തുറക്കട്ടെ. ഇവരുടെ ജീവിതം, ഇവരുടെ ജീവിതം ആരാധനയാകട്ടെ, ഇവരുടെ ജീവിതം ആരാധനയാകട്ടെ, ഇവരുടെ ജീവിതം ആരാധനയാകട്ടെ, ഇവരുടെ ജീവിതം ആരാധനയാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ആരാധനയാകട്ടെ. യാക്കോബ് മരണത്തിങ്കിൽ പോലും ആരാധിച്ചുകൊണ്ട് മരിച്ചെങ്കിൽ ജീവിതത്തിന്റെ മുഴുമുഖച്ചായി മാറട്ടെ. ഒരു സാമ്രാജ്യത്തെ, ഒരു രാജ്യത്തെ, ഒരു പട്ടണത്തെ, ഒരു സംസ്ഥാനത്തെ സ്വാധീനിക്കുന്ന ജീവിതങ്ങളായി ഇവർ മാറട്ടെ. സ്വാധീനിക്കുന്ന കുടുംബമായി ഇവർ മാറട്ടെ. ഒരു കുടുംബം ഒരു സാമ്രാജ്യത്തെ സ്വാധീനിക്കട്ടെ. ഒരു കുടുംബം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കട്ടെ. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഒരു സാമ്രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന കുടുംബങ്ങളായി ഈ കുടുംബങ്ങളിൽ 40 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ മറുപടിയായി എഴുന്നേൽക്കട്ടെ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ ഇടപെടുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ, വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ യാക്കോബ്
യാക്കോബിന് വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ ഒരു സാമ്രാജ്യത്തെ സ്വാധീനിക്കുന്ന കുടുംബമായി പരിശുദ്ധാത്മാവ് കുടുംബത്തെ വളർത്തിയതുപോലെ ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ സഭയും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹമാണ്. നമ്മളൊരു അനുഗ്രഹമാണ്. നമ്മൾ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. നമ്മൾ സാമ്രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. നമ്മൾ ദേശത്തിന്റെ എല്ലാ മേഖലകളും ഉള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഭിക്ഷക്കാർ മുതൽ കൊട്ടാരത്തിൽ ഇരിക്കുന്നവർ വരെ, അലയുന്നവർ മുതൽ രാജ്യങ്ങളെ ഉലയ്ക്കുന്നവർ വരെ എല്ലാ മേഖലകളുള്ളവർക്ക്, സമൂഹത്തിന്റെ എല്ലാ മേഖലകളുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമായി മാറുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ നീ അനുഗ്രഹമായി മാറാൻ പോകുന്നു. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വയ്യെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ബോഡിയിൽ അല്പം ക്ഷീണത്താൽ ഞാൻ ഇന്ന് കർത്താവേ, ഇന്ന് രാവിലെ ഞാൻ സ്വപ്നങ്ങളുടെ ഒരു ഭാഗം എടുത്തു വന്നിട്ട് ഞാനത് പൂർത്തീകരിച്ചില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കർത്താവേ, എന്താ രാവിലെ ഞാൻ പറയേണ്ടത്, കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് കിടന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ, പക്ഷേ എനിക്കങ്ങ് നല്ല ബോഡിക്ക് നല്ല ക്ഷീണം. അപ്പോൾ ഞാൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കാനൊന്നും വയ്യ, നീ എന്നെ കാണിക്കണമേ, നീ എന്താണ് ജനത്തോട് പറയേണ്ടത്. ഇത്രയും പേര് രാവിലെ പ്രാർത്ഥിക്കാൻ വരുന്നല്ലോ. സത്യത്തിൽ നമ്മുടെ 10 മണി പ്രാർത്ഥനയേക്കാൾ ആളുകൾ കൂടുതൽ നമ്മുടെ രാവിലെയുള്ള ഈ പ്രാർത്ഥനയിലാണ്, നമ്മുടെ ഓൺലൈനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ചർച്ചിലും ഓൺലൈനിലും കൂടുമ്പോൾ പകൽ ആളുണ്ട്, ഇന്നലെയൊക്കെ ആളുണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ ഓൺലൈനിലെ ആളുകളുണ്ട്. അപ്പോൾ കർത്താവേ, ഇത്രയും മക്കൾ പ്രാർത്ഥിക്കാൻ വരുമ്പം അവരോട് ഞാൻ എന്ത് പറയണം? അപ്പോൾ ഒരു ഭാഗം എപ്പോഴും ധ്യാനിക്കുന്നൊരു സിസ്റ്റം എൻ്റെ അകത്തുണ്ട്. സ്വപ്നത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യം കൂടെ പഠിപ്പിക്കാനുണ്ട് നിങ്ങളെ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഡിവൈൻ ട്രൂത്തുകളിലേക്ക് കയറി നമ്മളങ്ങനെ ഒരു ഹെവൻ റിലത്തിലുള്ള അന്യഭാഷയുടെ പ്രാധാന്യത ഇത്രയധികം ദിവസം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടാണ് എഴുന്നേൽക്കുന്നത്. സ്വപ്നം പറയണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷേ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആ സ്വപ്നത്തിനകത്ത് ഒരു കുടുംബത്തിന് വേണ്ടി അവർക്ക് ദൈവം ഒരു വഴി തുറന്നിരിക്കുകയാണ്. അപ്പോൾ അവരതിന് ആ ദൈവം തുറന്ന വഴി അവർ പേ ചെയ്യേണ്ട കാര്യമില്ല. ആ രാജ്യത്ത് അല്ലെങ്കിൽ അവർ നിൽക്കുന്നതിന് അതിനൊരു ഫീസ് അല്ലെങ്കിൽ അതിൻ്റെ അവരനുഭവിക്കുന്ന ന്യായമായിട്ട് അവർ പെയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവർ കുറേ കാലമായല്ലോ ഞങ്ങളിങ്ങനെ സൗജന്യമായിട്ട് അനുഭവിക്കുന്നതെന്ന് ചിന്തിച്ച് ഇവരൊരു കാര്യം ഗവൺമെൻറ് തലത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവരടക്കിയാണ്. അതവർ ദൈവത്തോട് ചോദിക്കാതെ ആലോചിക്കാതെ ഗവൺമെൻറ് തലത്തിൽ അവരൊരു കാര്യം അടക്കിയാണ്. പക്ഷെ അത് അവർക്കൊരു കുരുക്കായി മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാ മാസവും അത് അടയ്ക്കേണ്ടി വരികയാണ്, എല്ലാ തവണകളും അടയ്ക്കേണ്ടി വരികയാണ്. എന്തോ ഒരു കാര്യം അടയ്ക്കേണ്ടി വന്നത്
നിയമപരമായിട്ട് അവർക്കത് സൗജന്യമാണ്. ആ കുടുംബത്തിന് അത് സൗജന്യമായി കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അവരത് സന്തോഷത്തിൽ അടച്ചതാണ്. പക്ഷെ പിന്നെ അത് അവസാനം വരെ അടയ്ക്കേണ്ടി വരികയാണ്. അപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എന്താണ് ഉണ്ടായത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അവർക്ക് അടയ്ക്കണ്ടായിരുന്നു, പക്ഷെ അവർ സന്തോഷത്തിൽ അടച്ചതാണ്, എനിക്ക് പരിചയമുള്ളവരാണ്, പക്ഷേ ഇനിയിപ്പോൾ അതെല്ലാം അവസാനം വരെ, ജീവിതാവസാനം വരെ അടയ്ക്കേണ്ടി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഇങ്ങനെ നല്ല മനുഷ്യരുണ്ടോ? നല്ല മനസ്സാക്ഷിയിൽ ചെയ്ത ഏതോ ഒരു കാര്യം ജീവിതത്തിൽ അവസാനം വരെ ചെയ്യേണ്ട ഒരു കുരുക്കായിട്ട് മാറുന്ന, കുരുക്കല്ല, അത് ദോഷമല്ല, അവർക്കത് ഫ്രീ ആയിട്ട് അവർ അനുഭവിക്കേണ്ടത് അവരെന്തോ വില കൊടുത്തു വാങ്ങിയതുപോലെ വില കൊടുക്കണമെന്ന് ചിന്തിച്ച് വില കൊടുത്തപ്പോൾ പിന്നെ അത് അവസാനം വരെ കൊടുക്കേണ്ടി വരുന്ന ഒരു കാഴ്ച ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ടിട്ടാണ് എഴുന്നേറ്റത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുക. സ്പിരിച്വൽ തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അനുഭവിക്കുന്നതൊന്നും നമ്മൾ അതിന് തത്തുല്യമായി വില കൊടുത്തിട്ടല്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും അകത്ത് അങ്ങനത്തെ ഒരു സ്പിരിച്വൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്ന വില കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് മനോഭാവം വിട്ടുകളയുക. ദൈവമൊക്കെ നമ്മൾ വ്യത്യസ്ത തലത്തിലിരിക്കും. ഞാനിപ്പോൾ 40 days ഫാസ്റ്റിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ 40 ദിവസം ഞാനിരിക്കുന്നതുകൊണ്ടാണോ? അല്ലെന്ന്, ദൈവം നമ്മൾ ഇരുത്തുന്നതാണ്, ദൈവമാണ് കൃപ നൽകുന്നത്. ഇങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് നിങ്ങളെല്ലാം കർത്താവ് നടത്തട്ടെ. ഇന്ന് പറഞ്ഞ വാക്കുകൾ, എനിക്കൊരു പ്രത്യേകതയുള്ളത്, എന്നോട് ആയിരക്കണക്കിന് പ്രവചനങ്ങൾ ദൈവദാസന്മാരിലൂടെയും ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ അകത്ത് ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചാൽ, ദൈവം എനിക്കൊരു വചനത്തിൻ്റെ വെളിപ്പാട് തന്നാൽ എൻ്റെ അകത്തുനിന്ന് അത് പെട്ടെന്ന് പോവില്ല. അതിനെയാണ് ഞാൻ മുറുകെ പിടിക്കുക. ഇന്ന് രാവിലെ എന്നെ ഈ ഭാഗം, എനിക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ അറിയാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ പറഞ്ഞ ഈ വേദഭാഗങ്ങൾ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഒന്നുമില്ലാത്തവനായിട്ട് യാബോക്ക് കടവിൻ്റെ തീരത്ത് കിടക്കുന്ന, പേടിച്ച് കിടക്കുന്ന, ജീവിതത്തിൻ്റെ ഭാവി എന്താകുമെന്നറിയാതെ ഭയപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണോ ഒരു സാമ്രാജ്യത്തിൻ്റെ തലവൻ്റെ മുറിയിൽ ചെന്ന് അവൻ്റെ തലയിൽ കൈവച്ച് അവനെ അനുഗ്രഹിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമോ ദൈവം? ഇതാണ് പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനം. നമ്മുടെ കർത്താവ് മരിച്ചപ്പോൾ അവൻ വിൽപത്രം, മരണപത്രം കൈമാറിയിട്ടാണ് മരിച്ചത്. വേദപുസ്തകത്തിലെ ഏത് അനുഗ്രഹവും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ നിങ്ങളുടെ ദൈവം അത് നിങ്ങൾക്ക് തരാൻ വിശ്വസ്തനാണെന്നും നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുമെന്നും നിങ്ങൾ വിശ്വസിക്കണം. ഞാനതിപ്പോൾ പറയാൻ പോയി സമയം പോകും. അടുത്ത കർത്തൃമേശയിൽ നമുക്ക് ഭാഗം ധ്യാനിക്കാം. അതുകൊണ്ട് യാബോക്ക് കടവിൻ്റെ ലൂസിൽ അവൻ കിടക്കുമ്പോൾ കണ്ടത് വെറും ഒരു സ്വപ്നമാണ്. യാബോക്ക് കടവിൻ്റെ തീരത്ത് അവൻ ദൂതനോട് മല്ലടിക്കുകയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, യാക്കോബ് കണ്ട സ്വപ്നത്തിനകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. നമ്മുടെ സ്വപ്നം അതല്ല, നമ്മുടെ ഡിവൈൻ ട്രൂത്താണ്. നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. കർത്താവോ അവൻ ഭൂമിയിൽ നിങ്ങളുടെ അകത്തിരിക്കുന്നത്. അപ്പം അന്ന് യാക്കോബ് കണ്ട സ്വപ്നത്തിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഡിവൈൻ ട്രൂത്ത് സ്വപ്നമല്ല, യാഥാർത്ഥ്യം. നിങ്ങൾ അവിടെയാ, അവൻ നിങ്ങളുടെ അകത്താ. അപ്പം ഹെവനുമായിട്ടുള്ള ലാഡർ, ജീവൻ്റെ പുതുവഴി തുറന്നിട്ടിരിക്കുകയാണ്. ഈ വെളിപ്പാടിൽ ജീവിക്കുക, നിങ്ങളുടെ ജീവിതം മാറും. ആദ്യം കണ്ടത് ഗോവേണിയാണ്, പിന്നെ കണ്ടത് സ്വപ്നത്തിലൂടെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ്, പിന്നെ കണ്ടത് നേരിട്ട് ഇറങ്ങി നിൽക്കുന്ന ദൂതനുമായി മല്ലടിക്കുന്ന യാക്കോബിനെയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഒരനുഗ്രഹം സമ്പത്ത് മാത്രമല്ല, തലമുറകളുടെ പെരുപ്പം മാത്രമല്ല, അവരുടെ ഭാവി മാത്രമല്ല, സാമ്രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹമായിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ. ഇന്നത്തെ ഏറ്റവും വലിയ, നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ രാജാവിനെ, ആ കുടുംബത്തെ, അവിടുത്തെ മന്ത്രിസഭയെ ഒക്കെ ആരാ അനുഗ്രഹിക്കുന്നേ? അപ്പോൾ അങ്ങനെ അവരെ മാത്രം അനുഗ്രഹിച്ചാൽ മതിയോ? പോരെന്ന്. ഞാൻ തിരിച്ച് ഭിക്ഷക്കാരുടെ ഇടയിലാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കോളനികളാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ആത്മാവിൻ്റെ വില തുല്യമാണ്. ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാളും വലിയേറിയതാണ്. ഒരാളെ നമുക്ക് അവഗണിക്കേണ്ട. പക്ഷെ സുവിശേഷകരുടെ അകത്തുള്ള ചിന്ത, ഞങ്ങൾ ഈ താഴേക്കടയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. അല്ല കേട്ടോ. സമൂഹത്തിൽ ഏറ്റവും തകർന്നവർ മുതൽ ഏറ്റവും ഉയർന്നവർ വരെ സുവിശേഷത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ചരിത്രം വരുന്നു. നിങ്ങളാണ് അവനുമായി ദൈവത്താൽ പ്രയോജനപ്പെടാൻ പോകുന്നവർ. നിങ്ങൾക്കത് ദൈവാത്മാവ് ഉറപ്പായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. വെറും ഒരു ചെറിയ ഭയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യൻ ഒരു സാമ്രാജ്യത്തെ അനുഗ്രഹിക്കുന്ന മനുഷ്യനായി മാറി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? നിങ്ങളുടെ അകത്ത്, പ്രത്യേകിച്ച് ഞാൻ സഹോദരിമാരോട് പറയും, നിങ്ങൾ വന്നത് നിങ്ങളുടെ അകത്തൊരു വേദന നിമിത്തമായിരിക്കാം, ഒരു വിഷമം നിമിത്തമായിരിക്കും, ഇന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാകാനായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളിൽ കൂടെ ഒരു മിനിസ്ട്രി തുറക്കാൻ പോകുന്നു. കൃത്യമായിട്ട് ഞാൻ പറയാം കേട്ടോ, കൃത്യമായിട്ട് പറയാം. പരിശുദ്ധാത്മാവ് എന്നോട് കൃത്യമായിട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പകൽ ശുശ്രൂഷിച്ച സമയത്ത്
കർത്താവ് എന്നോട് എടുത്തെടുത്ത് പറഞ്ഞു, ഇന്ന 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 വ്യക്തികളെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണെന്ന്. അവരെല്ലാം പുറകിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ആ കാഴ്ച കണ്ടിരിക്കുകയായിരുന്നെന്ന്. നിങ്ങളെ കർത്താവ് ഓരോരുത്തരും കർത്താവ് ശുശ്രൂഷകരായി, ശുശ്രൂഷ തലത്തിൽ കർത്താവിന് എല്ലാവരും വേണം കേട്ടോ. കർത്താവിന് എല്ലാവരെയും ശുശ്രൂഷകരായി വേണം, എല്ലാവരും വേണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവചനമായി സ്വീകരിച്ചോളൂ. ഞാൻ എന്താ പറയുക, നിങ്ങളുടെ തല കൈവച്ച് പ്രവചിക്കുകയല്ല. ഞാൻ ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി ബോധ്യം പറയുകയാണ്. ഈ അന്ത്യകാലത്ത് എത്ര പേരെ കിട്ടുന്നവരെ മുഴുവൻ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ വേണ്ടി 11 മണി നേരത്ത് വിളിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങളെയും അവൻ ഇന്ന് രാവിലെ ഉറപ്പോടെ വിളിച്ച് വേർതിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചസ്സുകൾക്കായി സ്തോത്രം. വചസ് മാത്രമല്ല കർത്താവ്, അത് ഇന്ന് രാവിലെ ഞങ്ങളുടെ വേണ്ടി തുറന്ന റേമയാണല്ലോ. ആ റേമയെ ചൊല്ലി ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സ്വാധീനത വലയം വിപുലീകരിക്കപ്പെടട്ടെ കർത്താവേ. ഇവരെ കുടുംബത്തിലൊരു വിഷയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവർ താമസിക്കുന്ന ദേശത്ത് ഇവർ അനുഗ്രഹമാണെന്നുള്ള വാർത്ത പരക്കട്ടെ. ഓബേദെദോമിന്റെ കുടുംബം അനുഗ്രഹമാണെന്ന് കൊട്ടാരത്തിൽ വാർത്ത എത്തിയതുപോലെ, കൊട്ടാരത്തിൽ രാജാവ് ഓബേദിന്റെ വീട്ടിൽ വന്നതുപോലെ ഇവരെ കുടുംബങ്ങൾ അനുഗ്രഹമാണെന്ന് സമൂഹത്തിലെ താഴ്ന്നവർ മുതൽ ഉയർന്നവർ വരെ തിരിച്ചറിയുന്ന നിലത്തിലേക്ക് ഈ കുടുംബങ്ങളുടെ വളർച്ച ത്വരിതഗതിയിലാകേണ്ടതിനായി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ. ഇവരെ കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരെ പിതാക്കൻ, മാതാവ്, പിതാവ് അനുഗ്രഹിക്കുന്നു. കൂട്ടുകുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരെ സഭകളെ അനുഗ്രഹിക്കുന്നു. ഇവരെ ദേശങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരെ ജോലിയെ അനുഗ്രഹിക്കുന്നു. ഇവരെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ. അനുഗ്രഹം വെളിപ്പെട്ട് വരട്ടെ. രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഭൂഖണ്ഡങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. എന്തോ കർത്താവിനോട് ആവർത്തിച്ച് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതിനകത്ത് ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളെയോ, എന്നാൽ ഇന്നു മുതൽ തുടർന്നുള്ള ദിവസത്തിൽ ഭരണാധികാരികളെ നിങ്ങൾ സ്വപ്നത്തിലോ ദർശനങ്ങളിലോ കണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ സൂചകം തരണം കേട്ടോ. തന്നോളം നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തോ ദൈവാത്മാവുണ്ട് അങ്ങനെ പറയുന്നു, ആവർത്തിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ കണക്ഷനുകൾ തുറക്കാൻ പോവുകയാണ്. അത് കണക്ഷൻ അല്ല, കൊട്ടാരമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറയാനല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെ ആഴമായി കൊട്ടാരങ്ങളെ സ്വാധീനിക്കുന്ന പ്രാർത്ഥനാ പോരാളികളെ ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥന പുറത്തു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു കൊച്ചു കൂരയ്ക്കകത്ത് ഒതുങ്ങേണ്ടവളല്ല. കർത്താവ് നിങ്ങളെ അങ്ങനെ തുറക്കുകയാണ്. കർത്താവ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ യാചനം കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.